ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറുകയും ചെയ്യാം, 1.5 ലക്ഷം രൂപയൊന്നും വേണ്ട, അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം. ഹരിഹരൻ സാറ് ഞാൻ അഭിനയിച്ച് 3ാമത്തെ ദിവസമായി. അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റെസ്റ്റോറന്റ് അവിടേക്ക് വരണം എന്ന് പറഞ്ഞു. അതിപ്പോ ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്തിനാണ് സാറ് വിളിച്ചത്. കാരണം എന്റെ അച്ഛനേക്കാളും പ്രായം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഏജ് ആയിരിക്കും. എനിക്ക് സങ്കടം വരിക എപ്പോഴും പറയുമ്പോ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, നീ വന്നിട്ടില്ലെങ്കിൽ എന്റെ സീന് കട്ട് ചെയ്യും. ഇത്രയും ആഗ്രഹിച്ച ഒരു വേഷം എനിക്ക് കിട്ടിയിട്ട് ഷാജി പട്ടിക്കര സാറാണ് എന്നെ വിളിച്ചത്. പക്ഷെ അദ്ദേഹം പോലും ഇത് അറിയുന്നില്ല. ഞാൻ നിന്ന നിപ്പിലെ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകുന്ന മാതിരി ഞാൻ സ്തംഭിച്ചു നിന്നു. എന്നിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ ഒരു തുള്ളി കണ്ണീര് പോലും വീട്ടാതെ ഞാൻ നല്ല ശക്തിയായിട്ട് പറഞ്ഞു, ഞാൻ വരില്ല, എന്റെ സീന് നിങ്ങൾ കട്ട് ചെയ്തോ, എനിക്ക് വിധിയില്ല എന്ന് ഞാൻ വിചാരിച്ചോളാം. പിന്നെ മാമുക്കോയ അങ്കിള്, നമ്മളെ മലയാളി, ഞാൻ എഴുതിയ സിനിമ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഉണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നും